ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. പറഞ്ഞിരിക്കുന്നത് ഈ ഒരു MLA-യുടെ മകൻ ഇത്തരത്തിൽ ആശ്രിത നിയമനം എങ്ങനെ കൊടുക്കാനാകും എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഉത്തരം പറ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? മതിയായ യോഗ്യതകളടക്കം പ്രശാന്തിനുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നൽകിയതെന്നും എന്നുള്ള കാര്യമായിരുന്നു സംസ്ഥാന സർക്കാർ അടക്കം നേരത്തെ സത്യവാങ്മൂലമായി സുപ്രീം കോടതി സമർപ്പിച്ചത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. കാരണം ആശ്രിത നിയമനത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചട്ടം അടക്കം സർവീസ് ചട്ടങ്ങളടക്കം സംസ്ഥാനത്തിലുണ്ട്. പക്ഷെ ആ ഒരു കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരം തസ്തിക സൃഷ്ടിച്ച് ഇത്തരത്തിലൊരു നിയമനം ഇറക്കാൻ കഴിയുമോ മന്ത്രിസഭയ്ക്ക് എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമായി പരിശോധിച്ചത്. പോകാൻ മനസ്സില്ല, വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രസാദിന് ഇത്തരം ഒരു നിയമനം നൽകിയത് കൊണ്ട് ആരുടെയും അവസരം നഷ്ടമായിട്ടില്ല എന്നുള്ളൊരു വാദം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഈ ഭരണഘടനയുടെ അനുച്ഛേദം 14, 16 എന്നിവയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഏതായാലും നേരത്തെ ഈ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രശാന്തിന് നിയമനം നൽകിയത് റദ്ദാക്കിയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. നിയമനത്തിനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല അത്. ആശ്രിത നിയമനം എന്ന് നമ്മൾ ഈ പറയുന്ന ഇതിലൊരിക്കലും ഈ പ്രശാന്തിന്റെ നിയമനം വരില്ല. അത് യഥാർത്ഥത്തിൽ ഒരു പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു അനധികൃത നിയമനമോ എന്ന് തന്നെ പറയേണ്ടി വരും. കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ. ഇവിടെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നായിരുന്നു സർക്കാർ വാദിച്ചിരുന്നത്. അതെല്ലാം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകാൻ കഴിയുക? അല്ലെങ്കിൽ ഈ ആശ്രിത നിയമനം എന്നതിന്റെ പരിഗണനയിൽ എങ്ങനെയാണ് ഒരു MLA-യുടെ മകൻ എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട് രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ സ്വർണ്ണ വായ്പ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാർ വായ്പ തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിന് ഒരു മര്യാദ വേണ്ടേ? പണി വരുന്നുണ്ടവർ. ഇതിനെതിരെയാണ് ഞാൻ ആദ്യം ലോകായുക്തയിൽ പോവുകയും രാമചന്ദ്രൻ നായർക്ക് ഈ വായ്പ ദുരിതാശ്വാസത്തിന് കൊടുക്കാനുള്ള തീരുമാനം തെറ്റാണ് എന്ന് ആവശ്യപ്പെട്ടാണ് ലോകായുക്തയിൽ പോയത്. അതിനോടൊപ്പം തന്നെ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഗവൺമെന്റിന്റെ നിയമത്തിൽ സർക്കാർ ജീവനക്കാരന്റെ ആശ്രിതർക്ക് മാത്രമേ ഡൈൻ ഹാർനസ് സ്കീമിൽ ജോലി കൊടുക്കാൻ പറ്റുകയുള്ളൂ. 2 വർഷം MLA ആയിരുന്ന ഒരാളിന്റെ മകന് ജോലി കൊടുക്കുന്നത് നടാടെയാണ്. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. മിനിറ്റ്സ് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് 2 വരിയാണ്. ഒന്ന്, രാമചന്ദ്രൻ നായരുടെ കടങ്ങളെല്ലാം ദുരിതാശ്വാസത്തിൽ നിന്ന് വീട്ടാനും അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയനുസരിച്ച് ഒരു ജോലി കൊടുക്കാൻ തീരുമാനം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അയാൾ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് നിയമിക്കുക എന്ന് പറയുമ്പോൾ 10 വർഷം കഴിയുമ്പോഴേക്കും അയാൾ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയറാണ്. ഇങ്ങനെ കൊടുക്കാനുള്ളതാണോ സർക്കാർ നിയമനങ്ങൾ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. മുൻകാലങ്ങളിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്ക് പോലും വർക്ക് സൂപ്പറിനായിട്ടൊക്കെയാണ് നിയമനം കൊടുത്തത്. അതിന് ഡൈൻ ഹാർനസിൽ സർക്കാർ ജീവനക്കാരന്റെ മക്കൾക്ക്. അവിടെ MLA-യുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ ഗസറ്റഡ് പോസ്റ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഗവൺമെന്റ് അതിങ്ങനെ ഒരു ആപ്പാവെന്ന് ഞാൻ കരുതിയോ? ഗവൺമെന്റ് കാണിച്ച ധിക്കാരപരമായ തീരുമാനമാണ്. ഇത് ആരും തന്നെ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിൽ ഗവൺമെന്റ് ചെയ്താണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന കനത്ത പ്രഹരമാണ് ഇതെന്നുള്ള കാര്യം സംശയമില്ല. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവം. ഇവിടെ B.Tech പാസ്സായ ആളാണ്. ഇവിടെ M.Techും ഡോക്ടറേറ്റ് കൊടുത്തുള്ള ഒരു തൊഴിലില്ലാതെ നടക്കുകയാണ്. അപ്പോൾ ഇയാളെ നിയമിക്കുമ്പോഴത്തേക്കും ഒരു വേക്കൻസി നാളെ വരാൻ പോകുന്ന സർക്കാരിൽ അർഹനായിട്ടുള്ള ഒരാളിന് കിട്ടാനുള്ള ജോലിയാണ് നഷ്ടപ്പെടുന്നത്. 100% ഞാൻ യോജിക്കുന്നു. MLA-യുടെ മകനായതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ വരുന്ന മന്ത്രിമാരുടെ MLA-മാരുടെ മക്കൾക്കെല്ലാം ഇതേപോലെ ജോലി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ഗവൺമെന്റ് കാണിച്ചേക്കുന്ന ധിക്കാരപരമായ തീരുമാനമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ അത് കിട്ടണം.
സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക്, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾക്ക്, ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ പിൻവാതിലൂടെ അനധികൃതമായി നൽകുന്ന എല്ലാ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. ഇത് നമ്മുടെ രാജ്യമാണ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ പോകുന്നു. ബൈ ബൈ.